ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ലാൻഡ് ബൈ ഹക്സ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ നാത്തൂൻ്റെ മകളെ ഒരുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രാവിലെ തന്നെ നല്ല പണിയുണ്ടായിരുന്നു. മോളെ ഒരുക്കി ഭാരതാമ്മയായിട്ട് ഒരുക്കുകയാണ്. സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ചാണ് ഞാൻ ഒരുക്കുന്നത്. അപ്പോൾ അവളും അവളുടെ അനിയനും ഉണ്ട്. അവൻ ഗാന്ധിജിയായിട്ടാണ് ഒരുക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും മാറിയും തിരിച്ചുമാണ് ഒരുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇടയിൽ കൊണ്ട് നോക്കുമോ, ഞാൻ ഗ്ലാമറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആയോ ഇങ്ങനെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്ക് ഓരോരോ ക്വസ്റ്റ്യൻസൊക്കെയാണ്. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെയും കൂടെ ഒരുക്കി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭാരതാമ്മേനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് അല്ലപ്പന ഒരുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇതാണ് ഞങ്ങളുടെ അല്ലപ്പൻ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലപ്പനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലപ്പൻ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ശരിക്കും നോക്കണേ. How cute is smile നോക്കിക്കുന്നു. ഞങ്ങൾ ഫൈനലി എല്ലാവരും അങ്ങനെ ഫ്രണ്ടിൽ ബാക്കിലിരിക്കുന്നത് എൻ്റെ ഫാദർലോയും സിസ്റ്ററിലോയും. അപ്പം എൻ്റെ മോളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൊച്ചു ഗാന്ധിജിനെ കാണാവോ. അങ്ങനെ ഇത് ഇന്ത്യയുടെ ഇതൊക്കെയാണ്. അവൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ടാക്കിയതാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫൈനലി നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. ഞാൻ സ്കൂളിലെത്തിയപ്പോൾ രണ്ട് ഗാന്ധിജി ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, സോമനി കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും മാറിയും തിരിഞ്ഞ് എടുത്തോണ്ടിരുന്നപ്പോൾ എന്നെ വടി കൊണ്ട് കുത്തുന്ന കണ്ടോ ഈ ഗാന്ധിജി എന്താ ഇങ്ങനെ. എൻ്റെ മോളുണ്ട്. എൻ്റെ മോളിങ്ങനെ അടുത്തിരുന്ന് ചിരിക്കുകയാണ്. ഇത് എൻ്റെ നാത്തൂനുണ്ടാക്കിയാണ്. നല്ല ഡിസൈനറൊക്കെയാണ്. എൻ്റെ പൊന്നുമോളുടെ ചിരി കണ്ടോ, ഹൗ ക്യൂട്ട്. ദെൻ ഞങ്ങൾ റാലിക്ക് ഇറങ്ങി. അങ്ങനെ റാലിക്ക് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ എല്ലാവരെയും സ്കൂളിലെ കുട്ടികളെല്ലാവരെയും കൂടെ ചേർത്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലാഗൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. ഓരോ കുട്ടികൾ അവിടെ ഇരുന്നുണ്ട്, സോങ് പാടുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ടീച്ചറാണ്. ഞങ്ങളിങ്ങനെ റാലിക്ക് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് വന്നപ്പോൾ എൻ്റെ ആദ്യമായിട്ട് മോള് സ്റ്റേജിൽ കയറി പാടുകയാണ്. ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മാഡം കയറ്റി പാടിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.